ഒന്ന് പഠിച്ചു വെച്ചോളണം ചെറുപ്പക്കാരെല്ലാം. ഈ 5 കാര്യങ്ങളിൽ അടിസ്ഥിതമായ ഒരു ജീവിതം ഈ ബറാഅത്ത് ദിനം മുതൽ ചെയ്യും എന്ന് നിങ്ങൾ തീരുമാനിക്കാം. അപ്പൊ ഒന്നാമത്തെ യംന നഫ്സുഹു മിൻ ജമീഇൽ മആസി, എല്ലാ തെറ്റിൽ നിന്ന് ശരീരത്തെ തടയുക. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ് കണ്ടാൽ ഒരു തൂണിൽ സാരി ചുറ്റി നിർത്തിയാലും ഈ കടുക്കോടുള്ള ചില ചെറുപ്പക്കാർ എവിടെ പോണേ അതാന്ന് ചോദിച്ചിട്ടേ പോകും. കാരണം അത് തൂണാണെന്ന് പോലും അവർ ചിന്തിക്കൂല. അത് ശരീരത്തിന്റെ അവസ്ഥയാണ്. ഒരു കുലുസിന്റെ ഗലിക്കം കേട്ടാൽ ഒരു പൈസ ഇവിടെ കിടക്കാണ്, 10 രൂപയാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ കൊണ്ട് തരും. ഉസ്താദെ ഒരു പൈസ കളഞ്ഞു കിട്ടി. ഒരു ഐഫോൺ ആണെങ്കിലോ ചിലപ്പോഴും കൊണ്ട് തരും. അവൻ പ്രസംഗം കേൾക്കൂല, റമദാൻ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിറങ്ങും, നേരെ പോകും. അത് ശരീരത്തിന്റെ അവസ്ഥയാണ്. ശരീരത്തിന്റെ അവസ്ഥയാണ് ഒരു പെണ്ണിനെ കൊണ്ട് മൊബൈൽ എടുപ്പിച്ചത്. തട്ടിയാലും തട്ടിയില്ലെങ്കിലും ഒരു ചെക്കൻ അതിൽ കുടുങ്ങിയത് ശരീരത്തിന്റെ അവസ്ഥയാണ്. ശരീരം അങ്ങനെയാണ്. ശരീരത്തിന് സുഖിക്കണം, രസിക്കണം. ഇവിടെ എ സി വെച്ച പള്ളിയിൽ ശരീരത്തിന് AC വേണം. ശരീരത്തിന് അങ്ങനെ രസിച്ച് നിൽക്കണം. കഷ്ടപ്പാട് ശരീരത്തിന് ഇഷ്ടമല്ല. ഏതെങ്കിലും ഒരു ശരീരത്തിന് കഷ്ടപ്പാട് ഇഷ്ടമാണോ? ഇല്ല. ശരീരത്തിന് സുഖമാണ് ആവശ്യം. പെണ്ണ്, കള്ള്, ലഹരി, അവനിഷ്ടമുള്ളത്. ഇപ്പൊ എത്ര ഉത്സവം നടക്കുന്നുണ്ട് ഈ വരുന്ന വഴിയിലൊക്കെ. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ആടുന്നു, പാടുന്നു, കളിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ആഗ്രഹം അതാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ, നമ്മളൊരു 11:30 മണിക്ക് മുമ്പ് നിർത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ 11:30 മണിക്ക് മുമ്പ് നിർത്തുമ്പോ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ ഒരു 10% അതിനു മുമ്പ് ഇവിടെ നിന്ന് മുങ്ങും. എന്തുകൊണ്ടാണ്? ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയൂല. എന്നാലേ ഒരു ഗാനമേളയാണെങ്കിലോ ഇഷ്ടപ്പെട്ട ഏടനോ തോടനോ ആരെങ്കിലും ഒരാള് അവസാനം വരെ മണിക്കൂറുകളോളം നിൽക്കും. എന്തുകൊണ്ടാണ്? അവന്റെ ശരീരത്തിന് ഇപ്പൊ അതാണ് ഇഷ്ടം. കടലമ്മ പ്രസവിക്കുന്നു, അതാണ് ഇഷ്ടം. അപ്പൊ ഇത് നമ്മുടെ ശരീരം അങ്ങനെയാണ്. നമ്മുടെ ശരീരം അങ്ങനെയാണ്. സുഖം, രസം, ആനന്ദം, പണമുണ്ടാക്കുക, പലിശയാണോ ഒന്നും നോക്കൂല. ചാപ്പാട് കഴിക്കുക, ഹലാലാണോ ഹറാമോ ഒന്നും നോക്കൂല. ഇതിനെ തടയിടണം. എന്റെ ശരീരം ഈ പോകുന്ന തെറ്റിലേക്കാണെന്ന് തോന്നിയാൽ ഒറ്റപ്പിടി അവിടെ പിടിക്കണം. അതാണ് യംന നഫ്സുഹു മിൻ ജമീഇൽ. നമുക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് സഹാബികൾ ഉണ്ടായത്. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് KP ഉസ്താദ് ഉണ്ടായത്. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് കൊളപ്പർ ഉസ്താദ് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഉണ്ടാവൂല. കൊളപ്പർ ഉസ്താദ് സ്നേഹസാഗരത്തിന്റെ ശിലാസ്ഥാപനത്തിന്റെ അന്ന് രാവിലെ 7 മണിക്ക് വല്ലാഹി എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. 7 മണിക്ക്. ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്താ രാവിലെ? കാരണം ഞാനങ്ങ് ചൂളിപ്പോയി. ഞാൻ ഉസ്താദിനെ ക്ഷണിച്ചിട്ടില്ല, നോട്ടീസിൽ ഉസ്താദിന്റെ പേരില്ല. ഞാൻ ആകെ മോശക്കാരനായിപ്പോയി. അത്രമേൽ ഉസ്താദിനെ എനിക്കിഷ്ടമാണല്ലോ, എന്നെ ഇഷ്ടമാണ്. എന്നോട് ചോദിച്ചു, മോനെ ആ പാണക്കാട് തങ്ങൾ എപ്പോഴാണ് വരെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. കണ്ണ് നിറഞ്ഞു തുളുമ്പിപ്പോയി. പ്രിയപ്പെട്ടവർ, പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളൊന്ന് കാണാം. അംഗന്മാരല്ലേ, ഒന്ന് മന്ത്രിക്കാനൊക്കെ വേണ്ടി വന്നാണ്. കൊളപ്പുറ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാണ്? തൂക്കി നോക്കിയാൽ 10-15 കിലോ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇൽമും തഖ്വയും തൂക്കാൻ ഈ ദുനിയാവിൽ അത്ര ആസുമതിയാവില്ല. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ പൊരുത്തം പാവപ്പെട്ട നമുക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് എന്താണ്? ശരീരത്തിന്റെ ഓരോ ശരീരത്തിന് പോകാനുള്ള വഴി അവര് തന്നെ നന്മയിലേക്ക് വെട്ടിക്കൊടുക്കുകയാണ്. ഒരു കറുത്ത ഒരു കരട് പോലും കൽബിൽ പടരാതെ അതിനെ പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടന്നു. അതുകൊണ്ടല്ല അവര് പേര് പറയുമ്പോൾ നമ്മുടെ കൽബലിയുന്നത്. KP ഉസ്താദിന്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ഈമാൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? അവരങ്ങനെ ജീവിക്കുന്നവരാണ്. കറ പിരളാൻ അവർ അനുവദിക്കില്ല ശരീരത്തെ. ഇറാഖ് കീഴടക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇറാഖ് കീഴടക്കുകയാണ്. ഒരുപാട് സ്വത്തുവകകൾ കിട്ടുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. ആ സ്വത്തുവകളെല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ ഒരു സ്വർണ്ണമോതിരം അതിനകത്തുണ്ട്. അതിന്റെ താഴേക്ക് നോക്കുമ്പോ സ്വർണ്ണ കൂമ്പാരം തന്നെയാണ്. കുറെ സ്വർണ്ണാഭരണങ്ങൾ ആ സ്വത്തിന്റെ ഇടയിൽ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാ തുടങ്ങി. ഇത് സ്വാലിഹീങ്ങളുടെ ചരിത്രമാണ്. കടുക്കോടുകാർക്ക് തിരിയുമോ എന്നറിയില്ല. 1.5 ലക്ഷം സ്വർണത്തിന് വിലയായിട്ടും സ്വർണ്ണക്കടക്കകത്ത് ചന്തയിൽ ചാള വാങ്ങാൻ നിൽക്കുന്ന പോലെ ഉന്തും തള്ളും നടത്തുന്ന പൂവച്ചലുള്ള കാട്ടാക്കടയിലുള്ള കിള്ളിയിലുള്ള സഹോദരിമാരോട് പറഞ്ഞാ തിരിയുമോ എന്നറിയില്ല. ഇത് മുത്തഖീങ്ങളുടെ ചരിത്രമാണ് മക്കളെ. ഇത് മോമിനീങ്ങളുടെ ചരിത്രമാ പെങ്ങളെ. ഒരു മോതിരം കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ്
ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. അനുയായികൾ ചോദിക്കുകയാണ്, ലിമ തബ്ഖീ ഖദ് ഫതഹല്ലാഹു ലക വ അൽഹറക അലാ അദുവിക. അല്ലാഹു താങ്കൾക്കെല്ലാം തുറന്നു തന്നല്ലോ, ശത്രുക്കളുടെ മേൽ വിജയം തന്നല്ലോ, ഇനി എന്തിനാണ് ഭയപ്പെടുന്നത് തങ്ങളെ? പിന്നെന്തിനാണ് ഈ രാത്രിയിൽ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, അങ്ങ് വിജയിച്ചില്ലേ, അങ്ങ് രക്ഷപ്പെട്ടില്ലേ, അങ്ങ് നേതൃത്വം കൊടുത്തിട്ടൊരു രാജ്യത്തെ ഇസ്ലാമിന് വേണ്ടി പിടിച്ചടക്കിയില്ലേ, പിന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സ്വത്ത് മതി. ഈമാൻ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന സഹാബത്തിന്റെ ഹൃദയത്തിൽ കറുപ്പ് വീഴാ ഈ സ്വത്ത് മതിയെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. തെറ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ തിരിച്ചറിഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അതുകൊണ്ടല്ലേ ഉബശ്ശിറുക ബിൽ ജന്ന, നിനക്ക് സ്വർഗ്ഗമാണെന്ന് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് സ്വർഗ്ഗമാണെന്ന് അതുകൊണ്ടാണ് ആരംഭപ്പൂ പറഞ്ഞത്, പേടിക്കണ്ട എന്ന് ഉറപ്പ് പറഞ്ഞത്. അതുകൊണ്ട് അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ ഈമാൻ തിളങ്ങി നിന്നു എന്നതാണ്. ഒരു തെറ്റ് വരുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. നമ്മളറിയൂല, നമ്മളിങ്ങനെ 8 മണിയാകുമ്പോഴേ പറയാം അല്ലാഹു സുബ്ഹാനഹു അല്ലാഹി. നമ്മൾ പറയാ റമദാൻ എത്ര പെട്ടെന്ന് പോയി, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. റമദാനൊന്നും അത്ര പെട്ടെന്ന് പോവില്ല. നമ്മൾ മോമിനീങ്ങളാവണം, നമ്മൾ ഇബാദത്ത് ചെയ്യണം. റമദാൻ വന്നു പോയി, അല്ലാഹു അറിഞ്ഞില്ല, അങ്ങനെയല്ല, നമ്മൾ സ്വീകരിക്കണം. അതിന് നമ്മുടെ ശരീരത്തെ വനഹൻ നഫ്സാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ യംമാ യംദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. ആരംഭപ്പൂവായ തങ്ങൾ വെറുതെ പറയൂല, അല്ലാഹ് പറഞ്ഞതല്ലാതെ പറയൂല, അല്ലാഹ് ഓർമ്മപ്പെടുത്തിയതല്ലാതെ പറയൂല, അല്ലാഹ് അനുവദിച്ചല്ലാതെ ഉരിയാടൂല. ആ മുത്താണ് പറഞ്ഞത്, ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആ ശരീരത്തിന്റെ ഇച്ഛകളെ നിങ്ങൾ മാറ്റിയാ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ശരീരം പറയുന്നത് ഒരാൾ കേൾക്കുന്നില്ല എങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. വേറൊന്നും ചെയ്യണ്ട, ശരീരം പറയുന്നത് കേൾക്കരുത്, അത്ര ചെയ്താൽ മതി. ശരീരം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ ഇങ്ങനെ വൈബ്രേഷൻ അടിക്കും, അങ്ങനെ അടിക്കും. ആ സാധനം എടുത്ത് നോക്കുമ്പോൾ ശരീരം പറയും, ഇനിയിപ്പോൾ ഇയാളിപ്പോൾ തേങ്ങയൊക്കെ ലേലം ചെയ്തിപ്പോൾ നിർത്താം, നമുക്ക് എന്നാ പോയാലോ? പോകരുത്, അവിടെ നിർത്തണം. ദുആ അല്ലേ പ്രധാനം, പഠിക്കുന്നതിനേക്കാളും പ്രധാനം ദുആ അല്ലേ? ഒരുമിച്ചിരുന്നൊരു ദുആ ചെയ്തൂടെ? പിടിച്ചു നിർത്തണം അവിടെ.